ഇസ്രായേലി എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള യമന്റെ ആക്രമണത്തോടനുബന്ധിച്ച് ബംഗൂരിയൻ എയർപോർട്ട് താൽക്കാലികമായി അടച്ചിരിക്കുന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നു. ബംഗൂരിയൻ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഒരാഴ്ചയായി 3-ലധികം തവണ യമന്റെ ഭാഗത്തുനിന്ന് മിസൈൽ ആക്രമണം ഉണ്ടായത്. മൂന്നാമത്തെ തവണയാണ് ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഈ എയർപോർട്ട് ഭാഗികമായിട്ടോ പൂർണ്ണമായ രീതിയിലോ അടക്കപ്പെടുന്നത്. ഇസ്രായേലിലെ ഏറ്റവും വലിയ എയർപോർട്ടുകളൊന്നാണ് ബംഗൂരിയൻ എയർപോർട്ട്. ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായിരിക്കുന്ന നേതാക്കളെല്ലാം രാജ്യത്തിന് പുറത്തു പോകുന്നതും തിരിച്ചു വരുന്നതും ഈ എയർപോർട്ട് കേന്ദ്രീകരിച്ചാണ്. ഒരു പ്രാവശ്യം എയർപോർട്ടിൻ്റെ ചില മേഖലകൾ തീപിടിച്ചതായും തങ്ങൾക്കത് അണക്കാൻ സാധിച്ചുവെന്നും വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചതാണ്. എന്നാൽ താൽക്കാലികമായിരിക്കുന്ന അടക്കൽ എത്രത്തോളം നീണ്ടു നിൽക്കും എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അഷ്കലോൺ കേന്ദ്രീകരിച്ചും ടെലവീവ് കേന്ദ്രീകരിച്ചുമാണ് പല ഘട്ടങ്ങളിലും യമൻ ആക്രമണം നടത്താറുള്ളത്. ഈ രണ്ട് നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണത്തിന് ഹമാസിൻ്റെ ഭാഗത്തുനിന്ന്, അതായത് ഗാസയിൽ നിന്നും ആക്രമണം ഉണ്ടാവാറുണ്ട്. എന്നാൽ ബംഗൂരിയൻ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം വളരെ അപൂർവമായിട്ടാണ് ഉണ്ടാവാറുള്ളത്. അങ്ങോട്ട് യമനാണ് ഈ മേഖല ലക്ഷ്യം വെച്ച് ആക്രമിക്കാറുള്ളത്. അതിനാൽ തന്നെ വലിയ ഭയപ്പാട് ഈ എയർപോർട്ട് വഴി യാത്ര ചെയ്യുന്ന യാത്രികർക്കും ഉണ്ട് എന്നൊരു പ്രത്യേകതയുണ്ട്. 100-ലധികം ഇസ്രായേലിൻ്റെ ഗ്രാമീണ നഗര മേഖലകളിൽ നിരന്തരം സൈറൺ മുഴങ്ങുന്നതായിരിക്കുന്ന വിവരങ്ങൾ ഇതിൻ്റെ ഇടയിൽ തന്നെ പുറത്തു വന്നതാണ്. ചാനൽ 12 ഇസ്രായേലിൽ നിന്ന് പുറത്തിറങ്ങുന്ന വളരെ പ്രധാനമായിരിക്കുന്ന ചാനലാണ്. അതിൽ നിന്ന് തന്നെ പറയുന്നു, തങ്ങൾ നോക്കുന്ന സമയത്ത് 100 അതല്ലെങ്കിൽ 200 അത്രയും നഗര ഗ്രാമീണ മേഖലകൾക്കിടയിൽ വലിയ രീതിയിലുള്ള സൈറൺ മുഴങ്ങുന്ന സൈറൺ മുഴങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ഈ മേഖലകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം യമന്റെ ഭാഗത്തുനിന്നോ അതല്ലെങ്കിൽ പ്രോക്സി വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നോ ഇസ്രായേലിന് നേരെ ഉണ്ടാവുകയും ചെയ്യുന്നു. എല്ലാ മേഖലയും ഒരേ സമയത്ത് പ്രതിരോധിക്കാനൊന്നും അയൺ ഡോം എന്ന് പറയുന്ന സംവിധാനത്തിൽ സാധിക്കുകയില്ലെന്ന് ഇസ്രായേലിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അവിടെ നിന്ന് സൈറൺ മുഴങ്ങുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുരക്ഷിതമായിരിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് രാജ്യത്തിലെ പൗരന്മാർ രക്ഷപ്പെടണം എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ ഒരിക്കലും സൈറൺ മുഴങ്ങേണ്ട കാര്യമില്ല. അവിടെ തന്നെ ആകാശത്തിൽ വെച്ച് പ്രതിരോധിക്കുകയാണെങ്കിൽ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. വീടിൻ്റെ അകത്തേക്ക് അതിൻ്റെ ചില കഷ്ടങ്ങളൊന്നും തെറിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് അവർ തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ സുരക്ഷിതമില്ലാത്തത് കൊണ്ടും പ്രതിരോധ രംഗം തകരുന്നത് കൊണ്ടുമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ തന്നെ സൈറൺ മുഴങ്ങുന്ന ഒരു സംവിധാനം യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത്. അങ്ങനെ ആവുന്ന സമയത്താണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, കൂട്ടത്തോടു കൂടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ ഭാഗത്തും തന്നെ യഥാർത്ഥത്തിൽ പുറത്തു വരാറുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ യമനിൽ നിന്നുള്ള ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണ തോതിൽ സാധിക്കാത്ത ഒരു സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഒടുവിലായി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ഇസ്രായേലിന് വേണ്ടി അമേരിക്കയുടെ ആക്രമണം ഇന്നലെയും യമന്റെ മേഖലയിൽ ഉണ്ടായതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. 3 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതും ചില ഫാക്ടറികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണം നടന്നത് എന്ന തരത്തിലുമാണ്. B2 ബോംബർ ഉപയോഗിച്ചുകൊണ്ട് അതിശക്തമായിരിക്കുന്ന ആക്രമണം നടത്തി എന്നും 12 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ യമന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിൻ്റെ കപ്പലിന് നേരെ, ഈ അമേരിക്കയുടെ കപ്പലിന് നേരെ, ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലിന് നേരെ ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തിയായിരിക്കുന്ന വിവരം പുറത്തു വന്നു. 100 കണക്കിന് ഹൈപ്പർസോണിക് മിസൈലിൻ്റെ കൂമ്പാരങ്ങൾ യമന്റെ രഹസ്യ കേന്ദ്രങ്ങളിലുണ്ട് എന്ന് അമേരിക്കയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തു. കണ്ടെത്തുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ബോംബ് സ്ഫോടനങ്ങൾ പല ഘട്ടങ്ങളിൽ അമേരിക്ക നടത്തിയത്. എന്നാൽ ഇതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇപ്പോൾ എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഈ മേഖലയിൽ നിന്ന് രഹസ്യമായ രീതിയിലാണ് ചെങ്കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം ഉണ്ടായത്. അപ്പോൾ ഈ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: യമൻ 2 അന്താരാഷ്ട്ര ശക്തിയുള്ള രാജ്യങ്ങളെ ഒരേ സമയത്ത് ആക്രമിക്കുന്നു. ചെങ്കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയെയും ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ ഏറ്റവും തന്ത്രപ്രധാനമായിരിക്കുന്ന നഗരത്തെയും അതേപോലെ എയർപോർട്ടിനെയും സൈനിക താവളങ്ങളെയും മൊസാദ് അടക്കമുള്ള കേന്ദ്രത്തെയും ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം 2 രാജ്യങ്ങളും പരാജയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനെങ്ങനെ പ്രതിവിധി എന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇറാനെ ഒതുക്കുക എന്നുള്ള ഒരു ആശയം തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നത്.
ആദ്യ ഘട്ടത്തിലൊന്നും ട്രംപ് ഇതിന് അനുമതി നൽകിയിട്ടില്ലെങ്കിൽ പോലും പിന്നീട് ഇത് അമേരിക്കയും സാരമായിട്ട് ബാധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറെക്കുറെ ഇതിന് അനുമതി നൽകപ്പെട്ടത്. അതോടനുബന്ധിച്ചാണ് ഇറാനെ ഭീഷണിപ്പെടുത്തിയ കാര്യം നമുക്കറിയാവുന്നതാണ്. ഭീഷണിക്ക് തങ്ങൾ വഴങ്ങില്ലെന്നും തങ്ങൾ യുദ്ധമാണെങ്കിൽ യുദ്ധത്തിന് തയ്യാറാണെന്നുള്ള മറുപടി ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനായുടെ ഭാഗത്തുനിന്ന് വന്നതോടുകൂടി യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെ പെട്ടുപോയിരിക്കുകയാണ്. ഊരാൻ പറ്റാത്ത വിധം പിന്നീട് ഏതെങ്കിലും തരത്തിലൊരു ചർച്ചയാവാം എന്ന തരത്തിലാണ് ഒമാനെ സമീപിക്കുന്നത് അമേരിക്ക. ആദ്യഘട്ടത്തിൽ യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെ രഹസ്യമായ രീതിയിൽ ഒമാനെ സമീപിച്ചു എന്നുള്ളതാണ് ഈ പറയാൻ വേണ്ടി സാധിക്കുന്നത്. മധ്യസ്ഥരുടെ മുഖാന്തരമുള്ള ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണ് എന്ന് ഇറാൻ പറയുകയും അങ്ങനെയാണ് ഒമാനിൽ വെച്ച് കഴിഞ്ഞ ദിവസം ചർച്ച നടത്തി. രണ്ടാം ഘട്ടം ചർച്ച ഇറ്റലിയിലെ റോമിൽ വെച്ച് നടത്താൻ വേണ്ടിയിട്ടും തീരുമാനിച്ചു. അത് ഒരു പക്ഷേ അമേരിക്കയും ഇറാനും നേരിട്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ചില ഈ പടിഞ്ഞാറൻ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അവർ പറയുന്നു റോമിലേക്ക് മാറ്റാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം നേരിട്ട് കൊണ്ട ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന തരത്തിലാണ്. എന്നാൽ ഈ ഒരു കാര്യം ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി നിഷേധിച്ചു. അത്തരമൊരു ചർച്ചയെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ്. അത്തരമെന്ന് പറഞ്ഞാൽ റോമിൽ വെച്ച ചർച്ചയെക്കുറിച്ചല്ല, നേരിട്ടൊരു ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള വിവരത്തെക്കുറിച്ച് തങ്ങൾക്കറിയില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അങ്ങനെ ചർച്ച ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഒമാനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് ഇറാന് താല്പര്യമില്ല എന്ന് നമുക്കിന്ന് ഊഹിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സ്ഥിതി വിശേഷം എന്ന് പറഞ്ഞാൽ ഫലസ്തീനേക്കാണ് പ്രതിരോധമുണ്ടാകുന്നത് യമന്റെ ഭാഗത്തു നിന്നാണ് എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളവർക്ക് ഏറെ പ്രയാസമുണ്ടാക്കിയ കാര്യം. അതിർത്തിയുമായിട്ട് പങ്കിടുന്ന രാജ്യമല്ല എന്നതിനാൽ മറ്റ് രാജ്യങ്ങളുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുക എന്നുള്ളതും അങ്ങനെ ആക്രമണം നടത്തുന്നത് ഏത് തരത്തിലാണ് പ്രത്യാക്രമണം തിരിച്ച് ആക്രമണം ഉണ്ടാവുക എന്നുള്ളൊരു ഭയപ്പാട് ഇസ്രായേലിനുണ്ട് എന്നതിനാൽ ഈ ഉത്തരവാദിത്തമാണ് അമേരിക്ക ഏറ്റെടുത്തത്. അമേരിക്ക ഇതിനെ ആക്രമിക്കുന്നവർക്ക് വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്നു. അവർക്ക് നഷ്ടപ്പെട്ട ആയുധങ്ങളുടെയും യുദ്ധവിമാനത്തിൻ്റെയും എണ്ണം നോക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ രണ്ടാം ലോക യുദ്ധത്തിൽ അമേരിക്കക്കുണ്ടായിരിക്കുന്ന നഷ്ടത്തെക്കാൾ ഏറെ ചെങ്കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഉണ്ടായി എന്ന തരത്തിലുള്ള ചർച്ചകൾ ഈ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. വളരെ എളുപ്പത്തിലാണ് രണ്ടാം ലോക യുദ്ധം അമേരിക്ക വിജയിപ്പിച്ചെടുത്തത്. അത് ആണവായുധ പരീക്ഷണം നടത്തിയതോടുകൂടിയാണ്. വലിയ നാശനഷ്ടങ്ങൾ, വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ പറയാത്തക്ക വിധം ഒന്നും യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ടായിട്ടില്ല. ലോകയുദ്ധം വളരെ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടി, ഒരു നിമിഷം കൊണ്ട് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിച്ചു. എന്നാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു വർഷമായി ഈ മേഖല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ യമന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം വിയർത്തൊലിക്കുന്ന സങ്കടകരമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിനുള്ളത് എന്ന് ചുരുക്കം. അതുകൊണ്ടാണ് ബെൻഗൂരിയൻ എയർപോർട്ടുമായി തന്നെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആക്രമണം വരിക എന്ന് പറയുന്നത് അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും മുറിവേൽക്കുന്നതാണ്. 1948 ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും കാലഘട്ടത്തിനിടയിൽ ബെൻഗൂരിയൻ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം മുസ്ലിം രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. പ്രതിരോധമുണ്ട് എന്നൊക്കെ പറയാമെന്നല്ലാതെ എല്ലാ പ്രതിരോധങ്ങളെയും തകർത്ത് എറിഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഹൈപ്പർസോണിക് മിസൈൽ തീ തുപ്പി പാഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ആ രാജ്യത്തിലെ പൗരന്മാരുടെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും യഥാർത്ഥത്തിൽ ഇസ്രായേലിന് വലിയ ആശങ്ക ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വിശ്വാസം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. സുരക്ഷിതമായിരിക്കുന്ന ഒരു താവളമായിട്ട് അല്ലെങ്കിൽ മേഖലയായിട്ട് ഇസ്രായേലിനെ തങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. ഇരട്ട പൗരത്വമുള്ളവരൊക്കെ മറ്റ് രാജ്യത്തിലെ പൗരത്വം ഏത് രാജ്യത്താണോ ഉള്ളത് അവിടേക്ക് ചേക്കേറുന്ന തിരക്കിലാണ്. ബെംഗളൂരു എയർപോർട്ട് പല ഘട്ടത്തിലും അങ്ങനെ ആളുകളെ കൊണ്ട്, യാത്രക്കാരെ കൊണ്ട് നിറഞ്ഞു തുളുമ്പുന്ന സാഹചര്യം ഉണ്ടാവും. ഇതേക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യം വിട്ടു പോവുകയാണ്. കൂടുതൽ, അതായത് 30% മേലെ ഇസ്രായേലിലെ ജൂതന്മാർ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഇരട്ട പൗരത്വം പങ്കിടുന്നവരാണ്. അതുകൊണ്ട് തങ്ങൾക്കിനി ഇസ്രായേലിൻ്റെ പൗരത്വം വേണ്ട, പകരം യൂറോപ്യൻ പൗരത്വം മതി. അതാണ് സുരക്ഷിതത്വം എന്നുള്ളിടത്തേക്ക് ഈ രാജ്യത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.